ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ജി ടെക്കിൻ്റെ ഒരു റോട്ടറി സ്വിച്ച് വെച്ചിട്ട് ഡയറക്റ്റ്, മറ്റേത് എൻകോഡർ അല്ല വരുന്നത്, ഇതിനകത്ത് ഡയറക്റ്റ് റോട്ടറി സ്വിച്ച് തന്നെയാണ് വരുന്നത്. അപ്പോൾ ആ റോട്ടറി സ്വിച്ച് വെച്ച് നമുക്ക് റോട്ടറി കറക്കി ഓഡിയോ സെലക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓഡിയോ സെലക്ടറാണ് വന്നത്. അപ്പോൾ അതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ 3 ഓഡിയോ ഇൻപുട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓഡിയോ 1, ഓഡിയോ 2, ഓഡിയോ 3 ആയിട്ട് എടുക്കാൻ പറ്റും. ഒന്ന് നമുക്ക് USB മോഡ്യൂളിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സോഴ്സ് എടുക്കാൻ പറ്റും. കണ്ടില്ലേ, ഇവിടെ നമുക്ക് 4 എണ്ണമായിട്ട് കാണാൻ പറ്റും. അത് നമ്മൾ ഇതിനിടയിലിട്ട് സോൾവ് ചെയ്ത് എടുക്കണം. ഇതിൻ്റെ ഇടയിൽ നമുക്ക് എക്സ്ട്രാ പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ USB മോഡ്യൂൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്നിൽ ഇട്ട് സോൾവ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് വരുന്നത്. മെയിൻലി ഇതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഓഡിയോ ഇൻപുട്ടുകൾ, ടോട്ടലി 4 ഉണ്ട്. അത് നമുക്ക് ഒന്നിന് നമ്മുടെ USB മോഡ്യൂളിന് പോകും. അല്ല, നിങ്ങൾക്ക് USB മോഡ്യൂളിൻ്റെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ജസ്റ്റ് ഒരു സോക്കറ്റും കൂടെ വെച്ച് സോൾവ് ചെയ്ത് ഇതിൻ്റെ പുറകിൽ കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം നമുക്ക് വയറിനൊരു അത്യാവശ്യം നീളം വരുന്നുണ്ട്. അപ്പോൾ ഇത് ക്യാബിൻ്റെ ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാലും നമ്മുടെ ഫ്രണ്ട് പാനലിൽ പോയി കഴിഞ്ഞാലും ഇത് ബാക്കിലോട്ട് വെച്ചെടുക്കാം ആ രീതിയിൽ. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇതിനെ റിമൂവ് ചെയ്തെടുത്തിട്ട് ഇതിനെ ബാക്ക് പാനലിൽ കൊണ്ടുപോയി കണക്ട് ചെയ്യാനും ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ഒരു ഓപ്ഷനാണ് ഇതിനകത്ത് വരുന്നത്. ജി ടെക്കിൻ്റെ പ്രോഡക്റ്റാണ് ഇത്. ജി ടെക്കിൻ്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഇത് യഥാർത്ഥത്തിൽ ജി ടെക്കിൻ്റെ അല്ല, ഇത് ജി ടെക് പേരടിച്ച് വരുന്നതാണ്. ഈ പ്രോഡക്റ്റ് വേറെ പല സൈറ്റുകൾ, വിദേശി സൈറ്റുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ പ്രോഡക്റ്റ്. അല്ലാതെ തന്നെ നമ്മുടെ DIY എന്ന് പറയുന്ന ഓൺലൈൻ ഇതിനകത്തും കിടപ്പുണ്ട്. അപ്പോൾ DIY ഓഡിയോ കാർട്ട്, DIY ഓഡിയോ ക്രാഫ്റ്റ്, ഇതിനകത്തൊക്കെ ഈ പ്രോഡക്റ്റ് കിടപ്പുണ്ട്. അപ്പോൾ ഇത് ജി ടെക്കിൻ്റെ പേരടിച്ച് വരുന്നതാണ്. ഇത് സംഭവം ചൈനീസ് പ്രോഡക്റ്റ് തന്നെയാണ്, ചൈനയിൽ എവിടെയെങ്കിലും ചെയ്യുന്നതായിരിക്കും. പക്ഷേ സാധനം ക്വാളിറ്റിയാണ്, നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ്. ഈ PCB ആയാലും ഈ PCB ഒക്കെ ആയാലും സാധനം ചെയ്തിരിക്കുന്ന നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ 2-3 ടൈപ്പ് സെലക്ടർ സ്വിച്ചുകൾ വരുന്നു, ഓഡിയോ സെലക്ടറുകൾ വരുന്നുണ്ട്. അതിൽ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോക്കലി കിട്ടുന്ന സ്വിച്ചാണ്. ഒരു സ്വിച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് ഓഡിയോ 1, 2, 3 അങ്ങനെ സെലക്ട് ചെയ്യുക, 3 സ്വിച്ച് വെച്ച് നമ്മൾ ചെയ്യുന്ന ഒരു സെറ്റപ്പാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പുഷ് ഇങ്ങനെ പ്രസ് ചെയ്ത് നമ്മൾ ഓഡിയോ സെലക്ട് ചെയ്യുന്നൊരു രീതിയിലുള്ള സാധനം വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന പൊട്ടൻഷ്യോമീറ്ററാണ്. ഇതിപ്പോൾ ഓഡിയോ സെലക്ടർ സ്വിച്ചാണ്. മറ്റേത് പൊട്ടൻഷ്യോമീറ്റർ വെച്ച് വേരിയേഷൻ ചെയ്യുന്നതിനനുസരിച്ച് ഓഡിയോ മാറി വരുന്ന, അല്ലെങ്കിൽ ഇൻപുട്ട് മാറി വരുന്ന രീതിയിലുള്ള പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈപ്പ്, ഇത് വളരെ റയറാണ്. ഇപ്പോൾ ജി ടെക്കിന് മാത്രമാണ് ഞാൻ ഈ ഒരു രീതി കണ്ടിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ പൊട്ടൻഷ്യോമീറ്റർ വരുന്നത് വേറെ ബ്രാൻഡിന് വരുന്നുണ്ട്. പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടൻഷ്യോമീറ്റർ വെച്ച് വരുന്നത് ഒരു ഒപ്റ്റോ കപ്ലർ, ഇപ്പോൾ ഇതിന് റിലേ കൊടുത്തിട്ടുണ്ട്, എന്നാലും ഒപ്റ്റോ കപ്ലർ വെച്ചിട്ടാണ് അത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പ്രശ്നം ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഉദാഹരണം ഒരു ഓഡിയോ ഇൻപുട്ട് 1-ലാണ് കിടക്കണമെന്ന് വിചാരിച്ചോളൂ. 1 കിടക്കുന്നു. അപ്പോൾ നമ്മുടെ ഓഡിയോ സെലക്ടർ ഇപ്പോൾ ഓക്കെ, ഞാൻ 1 ഇവിടെ നമ്മൾ ഇപ്പോൾ 1 വന്നത്, ഈ ഓഡിയോ സെലക്ടർ 1, അപ്പോൾ ഇതിൽ ഓഡിയോ സെലക്ടർ ഈ 1 വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ 1 കൊടുത്തിരിക്കുന്ന സിഗ്നൽ ഔട്ട്പുട്ട് വഴി ആംപ്ലിഫയറിലോട്ട് പോകുന്നൊരു രീതിയാണ് വരുന്നത്. എന്നാൽ ഈ ഒപ്റ്റോ കപ്ലർ വെച്ച് ഇതിൽ ഞാൻ കണ്ടൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ 1 കിടക്കുന്നു, അടുത്ത് നമ്മൾ 1 ഓഡിയോ കൊടുത്ത് വെച്ചിട്ട് 2-ലോട്ടാക്കി കഴിഞ്ഞാൽ, 2 നമ്മൾ ഓഡിയോ കൊടുത്തില്ലെങ്കിലും ഈ 1 നിന്നുള്ള ഓഡിയോ ആ 2 ചെറുതായിട്ട് കേൾക്കുന്നതായിട്ട് ജമ്പ് ചെയ്ത്, ആ ഒരു സിഗ്നൽസ് ജമ്പ് ചെയ്ത് അതിലോട്ട് കയറി പോകുന്നൊരു പ്രശ്നം ഞാൻ കണ്ടു. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഈ ഒപ്റ്റോ കപ്ലർ ഒക്കെ വെച്ച് ചെയ്യുന്ന സാധനത്തിന് ചെറിയ രീതിയിൽ കാണുന്നുണ്ട്. പക്ഷേ ഇതിൽ വരത്തില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകതയായിട്ട് എടുത്ത് പറയാനായിട്ടുള്ളത്. അതായത് ഇപ്പോൾ ഓഡിയോ സിഗ്നൽ 1-ലാണ് കിടക്കണമെന്നുണ്ടെങ്കിൽ ഈ 1 ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, 2-ലോട്ടാക്കി കഴിഞ്ഞാൽ അത് സൈലൻ്റ് ആയിരിക്കും. ആ ഒരു ഓഡിയോ ജമ്പ് ചെയ്ത് അപ്പുറത്തോട്ട് വരത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത ഇത് ഉണ്ട്. അതും പോയിട്ട് നമ്മളൊരു കുറച്ചും കൂടെ നല്ല രീതിയിലൊക്കെ ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് പാനലൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്ത് വയ്ക്കണം. അതിൽ നല്ലൊരു ഓഡിയോ സെലക്ടർ നമുക്ക് പ്രസ്സിങ് സ്വിച്ച് അല്ലാതെ തന്നെ റൊട്ടേറ്റിംഗ് ചെയ്ത് എടുക്കുന്ന രീതി തന്നെ വേണമെന്നുള്ള ആൾക്കാർക്കൊക്കെ, ഒരു വിൻറ്റേജ് ടൈപ്പിലൊക്കെ ആംപ്ലിഫയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് ഇത് ഉപകാരപ്പെടും. കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ലൊരു പ്രോഡക്റ്റാണ് ഇത്. ഓഡിയോ സ്വിച്ച്, അത് സെലക്ടർ സ്വിച്ച് തന്നെയാണ് ഇവിടെ ഈ കൊടുത്തേക്കുന്നത്. അപ്പോൾ അതും നല്ലൊരു കാര്യം തന്നെയാണ്. ഈ ഓഡിയോ ജമ്പ് ചെയ്ത് പോകാതെ നമുക്ക് കിട്ടും എന്നുള്ളത് തന്നെ. പിന്നെ മറ്റേ 3 പ്രസ്സിങ് സ്വിച്ച് വയ്ക്കുന്നത് സ്ഥലം മെനക്കേടാണ്, പിന്നെ കാണാനൊരു വൃത്തികേടാണ്. 3 സ്വിച്ച് വന്നിരിക്കും.
അപ്പോൾ അതൊരു കാണാൻ വൃത്തികേടാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സ്ഥലത്ത് നമുക്ക് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതാണ്. പിന്നെ PCBയുടെ ക്വാളിറ്റിയിൽ നമുക്ക് ഒന്നും പറയാനായിട്ടില്ല. പിന്നെ ഈ ഒരു സാധനമാണെങ്കിൽ നമുക്ക് കണ്ടില്ലേ ഇങ്ങനെ കൊണ്ട് ഇതിപ്പോൾ ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല വയറിന് നീളം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് പാനലിൽ ഇതിങ്ങനെ കൊണ്ട് വയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ 3 നീളം വയറും കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതൊരു ബാക്കിലത്തെ പാനൽ ഡയറക്റ്റ് RC സോക്കറ്റിൻ്റെ ഹോളുകൾ വരുന്ന ഭാഗത്ത് നമുക്ക് ഡയറക്റ്റ് കൊണ്ട് കണക്ട് ചെയ്യാം. ഇനി അതല്ലെന്നെങ്കിൽ സോൾഡറിങ് വെച്ച് ഇത് ഇളക്കിയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. ഇനി അതും അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടില്ലേ സോൾഡറിങ് ചെയ്യാനായിട്ട് 3 പോയിൻ്റ് ഒരു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുവഴി എടുക്കാനും പറ്റും. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ നിലവിലൊരു 3 പോയിൻ്റ് അല്ലെങ്കിൽ 3 RC ആണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് പിന്നെ 4ാമത്തത് നമ്മുടെ USB-ക്ക് വേണ്ടി കൊടുക്കുന്ന രീതിയിലാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അത് USB-ക്ക് വേണ്ടി വേണ്ടാന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ ഓഡിയോ സെലക്ടർ സെപ്പറേറ്റ് രീതിയിലുണ്ടാക്കും. അതായത് ഒരു ഓഡിയോ സെലക്ടർ എന്നുള്ള ചെറിയൊരു ക്യാബിനറ്റിനകത്ത് പവർ സപ്ലൈ കൊടുത്ത് നിങ്ങൾക്ക് ചെയ്തെടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കും ഇത് വളരെ ഉപകാരപ്പെടും. ഒരു ഓഡിയോ സെലക്ടറായിട്ട് ഒരു ചെറിയ 2 വ്യൂ മീറ്ററൊക്കെ വെച്ച് അല്ലെങ്കിൽ LED ഇൻഡിക്കേറ്ററൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെ അതുപോലെയുള്ള ആൾക്കാർക്കും ഒരു ഓഡിയോ സെലക്ടർ നിർമ്മിച്ചെടുക്കാൻ വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ഇനി മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ AC-യും DC-യും കൊടുത്ത് നമുക്ക് വർക്ക് ചെയ്യും. ഞാൻ ഇപ്പോൾ ഡയറക്റ്റ് DC ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഡയറക്റ്റ് ഒരു 12 വോൾട്ട് AC കൊടുത്താലും നിങ്ങൾക്ക് ഇത് സിംഗിൾ ടാപ്പിംഗ് ഉള്ള ട്രാൻസ്ഫോമർ ചെയ്യുന്നത് നിങ്ങൾ ഒരു 12 വോൾട്ട് AC കൊടുത്താലും ഈ ഒരു പ്രോഡക്റ്റ് വർക്ക് ചെയ്യിപ്പിക്കുക. ഇനി അല്ല നിങ്ങൾക്ക് DC ആണ് ഡയറക്റ്റ് കൊടുക്കാൻ താല്പര്യം, നിങ്ങൾക്ക് ഡയറക്റ്റ് DC കൊടുത്തു വേണമെങ്കിലും ഇത് വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളത് ഒരു പ്രത്യേകതയായിട്ടാണ് വരുന്നത്. അപ്പോൾ നല്ലൊരു പ്രോഡക്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെയാണ് ഇതിൻ്റെ ഓഡിയോ ഔട്ട്പുട്ട് എടുക്കുന്നത്. ഈ കാണുന്ന ഭാഗത്തു നിന്നാണ് ഓഡിയോ ഔട്ട്പുട്ട് നമ്മൾ എടുക്കാനായിട്ടുള്ളത്. ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പോൾ ഒരു G-Techൻ്റെ സൈഡിൽ നിന്ന് മിക്കപ്പോഴും അവർ ഇറക്കുന്ന സാധനങ്ങൾ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവർ ശ്രമിക്കാറുണ്ട് അവരുടെ പ്രോഡക്റ്റുകൾ. ഇത് G-Tech ഇറക്കുന്ന പ്രോഡക്റ്റ് അല്ല. G-Tech ഇപ്പോൾ വേറെ സ്ഥലത്തു നിന്ന് എടുത്തിട്ട് എനിക്ക് ചൈനയിൽ നിന്ന് തന്നെ അവർ എടുത്തിട്ട് അവരുടെ ബ്രാൻഡിൽ ഇറക്കുന്നതാണ്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേറെ സൈറ്റിലൊക്കെ ഞാനിത് കണ്ടിട്ടുണ്ട്. G-Techൽ മാത്രം അല്ലാതെ തന്നെ പുറത്തുള്ള വേറെ സൈറ്റുകളിലൊക്കെ ഞാനിത് AliExpress പോലെയൊക്കെയുള്ള സൈറ്റിലൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ട്. എന്ത് തന്നെയായാലും നമുക്കിപ്പോൾ അവർ G-Techൻ്റെ ബ്രാൻഡിൽ ഇറക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഡക്റ്റ് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു 500 രൂപയ്ക്കകത്തുള്ളൊരു വിലയ്ക്കാണ് ഈ പ്രോഡക്റ്റ് വരുന്നത്. കുറച്ച് വില ബാക്കി നമുക്ക് മറ്റേ 3 സ്വിച്ച് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ 1000-200 രൂപയ്ക്ക് അത്രയൊന്നും ആവില്ലെന്ന് തോന്നുന്നു. സംഭവം പരിപാടി തീരും. പക്ഷേ അതിന് സ്റ്റാൻഡേർഡ് ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു സത്യം പറഞ്ഞാൽ അത് കറക്റ്റ് വയറിങ് ചെയ്യുന്നത് കറക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ അത് നോയ്സൊക്കെ കയറാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല. നോയ്സ് ഒന്നും ഇല്ലാതെ നല്ല ക്ലീനായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. കണ്ടില്ലേ നമ്മൾ കറക്കുന്നതിനനുസരിച്ച് ഓഡിയോ 1, ഓഡിയോ 2, ഓഡിയോ 3, ഓഡിയോ 4 ഇങ്ങനെയാണ് വരുന്നത്. റിലേ വെച്ചാണ് എൻ്റെ കൺട്രോളിങ് വരുന്നത്. വളരെ കുറച്ച് കമ്പോണൻസ് ആണ് ഇതിനകത്ത്. അധികം കമ്പോണൻസ് ഒന്നും തന്നെ കാണാനുമില്ല. കണ്ടില്ലേ കുറച്ച് റിലേ വരുന്നുണ്ട്. റിലേ ഡ്രൈവ് ചെയ്യിക്കാനായിട്ട് കുറച്ച് ഡയോഡും ഒരു ചെറിയ റെഗുലേറ്റർ IC-യും ഒക്കെ വരുന്നുണ്ട്. ഇത്ര തന്നെയാണ്. ഒരു സിമ്പിൾ സർക്യൂട്ടിൽ അവർ ഇത് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് അധികം കമ്പോണൻസ് ഒന്നും വരുന്നില്ല. LED ഇത്രയും തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പിന്നെ ഇനി വേറെ പരിപാടികളൊന്നുമില്ല. ഓഡിയോ സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനെ ശല്യപ്പെടുത്താനായിട്ട് വേറെ സർക്യൂട്ടുകളൊന്നും ഇതിനകത്ത് വരുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നോയ്സ് വളരെ കുറച്ച് നിങ്ങൾക്ക്. കാര്യം ചില ഇൻപുട്ട് സെലക്ടറുകളിൽ പ്രത്യേകിച്ച് മറ്റേ സ്വിച്ച് വയ്ക്കുന്നുണ്ടെങ്കിൽ ഓഡിയോ സെലക്ടർ ടപ്പനെയൊക്കെ സൗണ്ട് കേൾക്കും. അപ്പോൾ ഇതിലങ്ങനെ ഒരു പ്രശ്നമൊന്നും വരത്തില്ല നിങ്ങൾക്ക്. അപ്പം നല്ല പ്രോഡക്റ്റാണ്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ SM ഇലക്ട്രോണിക്സ് ട്രിവാൻഡ്രം അവരുടെ നമ്പർ മുകളിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് അവരെ കോൺടാക്ട് ചെയ്തിട്ട് ഈ പ്രോഡക്റ്റ് വാങ്ങാവുന്നതാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.